മന്ത്രജപമായിക്കോട്ടെ, നാമജപമായിക്കോട്ടെ, മെഡിറ്റേഷൻ ആയിക്കോട്ടെ, ഏതുമായിക്കോട്ടെ, ഒരു 24 മിനിറ്റെങ്കിലും ചെയ്യാൻ നോക്കുക. അത് നിങ്ങളെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. ഒന്നത്. ഇനി രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ പോവുക. ശാസ്താവ് കുട്ടിച്ചാത്തനൊന്നുമല്ല കേട്ടോ. കുട്ടിച്ചാത്തൻ്റെ അടുത്ത് പോകുന്നതുകൊണ്ടും കുഴപ്പമില്ല, ചാത്തൻ സ്വാമിയെ പോയി കാണുന്നതുകൊണ്ടും തൊഴുന്നതുകൊണ്ടും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷേ ശനിയുടെ അതിദേവതയായിട്ട് പറയുന്ന ശാസ്താവ് യോഗശാസ്താവാണ്. അത് കുട്ടിച്ചാത്തനല്ല, അല്ലെങ്കിൽ വേറെ ചാത്തനൊന്നുമല്ല. അത് കുറച്ച് ഉയർന്ന മോക്ഷവിദ്യയായിരിക്കുന്ന ഒരു ദേവതയാണ്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ഒരു വിഷയത്തിൽ ചർച്ച ചെയ്യാം. മോക്ഷവിദ്യയാണ്, ഭുക്തിവിദ്യയല്ല, മോക്ഷവിദ്യയാണ്. അപ്പോൾ മോക്ഷവിദ്യയായിട്ടിരിക്കുന്ന ശാസ്താവിനെ ആശ്രയിക്കുക. ശബരിമലയിൽ പോകാൻ കഴിയുമെങ്കിൽ എല്ലാ വർഷവും ശബരിമലയിൽ പോവുക. അതുപോലെ തന്നെ ഈശ്വര കാര്യങ്ങൾ ചെയ്യാൻ, ശാസ്താവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നോക്കുക. അതേപോലെ വേട്ടയ്ക്കൊരു മകൻ, കിരാതമൂർത്തി തുടങ്ങിയിട്ടുള്ള ദേവതകളെ ആശ്രയിക്കുക. ആൻസിസ്റ്റേഴ്സിൻ്റെ പാരമ്പര്യമായിട്ടുള്ള ദേവതാ ചൈതന്യങ്ങളെ, കുടുംബത്തിലൊക്കെയുള്ള വെച്ചാരാധനകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയും നന്നായിട്ട് ആശ്രയിച്ച് മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ ആൻസിസ്റ്റേഴ്സിന് ബലിയൊക്കെ ഇടാനുള്ളവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബലിയൊക്കെ ഇടുക. അങ്ങനെ അതൊക്കെ മുടങ്ങിക്കിടപ്പുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സമ്പത്തും സന്തതിയും ഒക്കെ നേരെയാവാൻ അതൊക്കെ ചെയ്യുക. ശനിയാഴ്ച ദിവസം ശനിയുടെ കാലഹോരയിൽ ശാസ്താവിൻ്റെയോ അല്ലെങ്കിൽ ശനീശ്വരൻ്റെയോ ഒക്കെ അഷ്ടോത്തരം ജപിക്കുകയും പ്രാർത്ഥിക്കുകയും വീട്ടിലാണെങ്കിൽ അല്ലെങ്കിൽ അമ്പലത്തിലാണെങ്കിലും ഒക്കെ നീരാഞ്ജനം കത്തിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ശാസ്താക്ഷേത്രത്തിൽ എള്ളുപായസം നടത്തുന്നത് നല്ലതാണ്. ശിവക്ഷേത്രത്തിലെ മൃത്യുഞ്ജയ ഹോമം, ധാര, ഇതൊക്കെ നടത്തുന്നത് നല്ലതാണ്. ഭദ്രകാളി ക്ഷേത്രത്തിൽ പ്രീതി വരുത്തുന്നത് നല്ലതാണ്. അതുപോലെ നോർത്ത് ഇന്ത്യയിലൊക്കെയാണ് നിങ്ങളെന്നുണ്ടെന്നുണ്ടെങ്കിൽ ദത്താത്രേയൻ എന്ന് പറയുന്ന ഗുരുവിൻ്റെ പദ്ധതികളെയും അതിൻ്റെ സമ്പ്രദായങ്ങളെയൊക്കെ ആശ്രയിക്കുന്നത്. ദത്താത്രേയ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ. ദത്താത്രേയ ക്ഷേത്രങ്ങളിലൊക്കെ പോവുകയും ആശ്രയിക്കുകയും ഒക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ ഹനുമാൻ സ്വാമിയെ ആശ്രയിക്കുന്നത് നല്ലതാണ്. ഹനുമാൻ ചാലീസ് ജപിക്കുന്നവരാണെങ്കിൽ അത് നല്ലതാണ്. പ്രത്യേകിച്ച് ശനിയാഴ്ച ദിവസം രാവിലെ മോർണിംഗ് ഉദിച്ചു വരുന്ന ഉദയസമയം എന്ന് പറയുന്നത് ശനിയുടെ കാലഹോരയായിരിക്കും. ആ സമയം അതിനുവേണ്ടി യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യുക.